ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്കപ്പ് മലയാളം. എൻ്റെ പേര് രജി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ നന്നായിട്ട് നല്ല കട്ടിയിലും നല്ല വീതിയിലും നമ്മുടെ പുരികം എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ കാണും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ, അതപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പുരികത്തിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് നല്ല കട്ടിയുള്ളതും വീതിയുള്ളതായിട്ട് പുരികമായിരിക്കും. പക്ഷേ എന്നെപ്പോലെ കുറച്ച് ആൾക്കാർ കാണുമായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ പുരികത്തിനെന്ന് പറയുന്നത് നല്ല കട്ടിയോ അല്ലെങ്കിൽ നല്ല വീതിയോ ഒന്നും കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ എന്താണെങ്കിലും ഉറപ്പായിട്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്തേ പറ്റൂ. അപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടാനായിട്ട് നല്ല ഐബ്രോസ് നല്ല രീതിയിൽ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല കട്ടിയിലും നല്ല വീതിയുള്ള പുരികം എഴുതുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണം നല്ലൊരു ഐബ്രോ പെൻസിലാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഐബ്രോ പെൻസിൽ എന്ന് പറയുന്നത് ഒറിജിനൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. സാധാരണ നമുക്ക് 20 രൂപയ്ക്കൊക്കെ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു ഐബ്രോ പെൻസിലാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് എന്താ പറയുക കട്ട് ചെയ്യാൻ പറ്റും. കട്ടർ ഇതിനകത്തുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് കട്ടർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഷാർപ്പായിട്ട് നമുക്ക് ഈ ഒരു പെൻസിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ഐബ്രോ പെൻസിൽ ഷാർപ്പാണോ അല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഐബ്രോ പെൻസിൽ നല്ല ഡാർക്ക് കളറാണ് ഇതിനുള്ളത്. അപ്പം ഇത് ആദ്യം തന്നെ നമുക്കിത് ഷാർപ്പനിങ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഷാർപ്പൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഐബ്രോ പെൻസിൽ. അപ്പോൾ ഇനി നമുക്ക് പുരികം നന്നായിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് പുരികം എഴുതാം. പുരികം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു മിഡിൽ പോർഷനിൽ നിന്ന് നമ്മുടെ എവിടെയാണോ എന്താ പറയുക നമുക്കൊരു നമുക്ക് പുരികത്തിന് പൊടിച്ചിലൊക്കെ ഉണ്ടാകും. അപ്പം എവിടെയാണോ നമുക്കൊരു ഗ്യാപ്പ് കാണുന്നത് ആ ഗ്യാപ്പ് വേണം ആദ്യം ഫില്ല് ചെയ്ത് പോകാനായിട്ട്. മിഡിൽ പോർഷനിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് എഴുതി വന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ അതിൻ്റെ തുടക്കത്തിൽ വേണം നമ്മൾ എഴുതാൻ. അപ്പം തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെ വേണം നമ്മൾ ഈ ഒരു ഐബ്രോ പെൻസിൽ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട്, വെർട്ടിക്കലായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മുകൾ ഭാഗത്ത് ഈ പുരികത്തിൻ്റെ മുകൾ ഭാഗത്ത് വേണം നമ്മൾ നല്ല ഷേപ്പിൽ എഴുതി കൊടുക്കാൻ. താഴെ ഭാഗത്ത് നമ്മൾ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. കാരണം താഴത്തോട്ട് നമ്മൾ എഴുതുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പുരികം കുറച്ച് താഴ്ന്നു പോകും. അപ്പോൾ നമ്മുടെ പുരികം എപ്പോഴും നല്ല പൊങ്ങിയിരിക്കുന്നതാണ് നമുക്ക് ഭംഗി. അപ്പോൾ നമ്മുടെ പുരികത്തിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പുരികം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പുരികം ഒരിക്കലും ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മളത് എഴുതിയതാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യരുത്. നല്ല നാച്ചുറൽ ലുക്ക് കിട്ടുകയും ചെയ്യണം. എന്നാൽ നല്ല കട്ടിയിലും നല്ല വലുപ്പത്തിലും ഉള്ളതായിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടെയിൽ എൻഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എഴുതിയിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് ഞാനിപ്പോൾ ചെയ്തതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടെയിൽ ആ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് എഴുതുക. പിന്നെ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ വീതി കൂട്ടാൻ നിൽക്കരുത്. നമുക്ക് കുറേശ്ശെയായിട്ട് എന്താ പറയുക എഴുതി വേണം നമ്മൾ, അതായത് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ പുരികം എഴുതാനായിട്ട്. നമ്മുടെ തുടക്കത്തിൻ്റെ അവിടെ എന്താണാവോ നമുക്ക് അവിടെ എന്താ കുറച്ച് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അപ്പം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. കണ്ടോ, തുടക്കത്തിൽ അപ്പം നല്ലൊരു ഷേപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ എഴുതി കൊടുക്കുക. നമ്മളുടെ ഈ ഒരു ടെയിലിൻ്റെ പോർഷനിൽ നമുക്ക് കുറച്ചൊരു ഇൻഡെഫിനിഷൻ വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് വിരലുപയോഗിച്ച് ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ 2 പുരികം കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പം നമുക്ക് നല്ല ഡിഫറൻസ് തോന്നും. നമ്മളുടെ ആ 2 പുരികം, എഴുതിയ പുരികവും എഴുതാത്ത പുരികവും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് വരും. അപ്പം നമ്മൾ ഇതുപോലെ വേണം നമ്മൾ പുരികം എഴുതാനായിട്ട്. അപ്പോൾ വീണ്ടും നമുക്ക് പുരികത്തിന് വീതി കുറച്ചുകൂടി നമുക്ക് വീതി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുരികത്തിൻ്റെ മുകൾ ഭാഗത്തോടെ ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കുക.
അപ്പം നല്ല നാച്ചുറലായിട്ടുള്ളതും അതുപോലെ തന്നെ കട്ടിയിലും നല്ല വീതിയിലുമുള്ള പുരികം നമുക്കിതുപോലെ എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് മറ്റേ പുരുകം കൂടി ഇടുന്നത്. അപ്പോൾ എൻ്റെ ഈ പുരുകത്തെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ മറ്റേ പുരുകത്തിനെ കുറിച്ച് താന്നും അത്രയ്ക്കും ഷേപ്പ് ഇല്ലാത്തതായിട്ടുള്ള പുരുകമാണിത്. അപ്പോൾ നമ്മൾ ആ മറ്റേ പുരുകം എങ്ങനെയാണ് എഴുതിയത്, അപ്പോൾ അതിനോട് ചേർന്ന് ആ ഒരു ഷേപ്പ് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഈ പുരുകം എഴുതാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മിഡിൽ പോർഷനിൽ നിന്ന് നമുക്ക് ഗ്യാപ്പ് വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ വേണം നമ്മൾ ആദ്യം ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ഫില്ല് ചെയ്ത് കൊടുത്താൽ നമ്മൾ ആ തുടക്കത്തിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ വെർട്ടിക്കലായിട്ട് നമ്മൾ ഈ ഒരു ഐബ്രോസ് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ നമ്മുടെ മറ്റേ പുരുകവും എങ്ങനെയാണോ ഏത് ഷേപ്പിലാണോ ഉള്ളത് ആ ഒരു ഷേപ്പിലേക്ക് വേണം നമ്മൾ ആ ഒരു ഷേപ്പ് മുൻനിർത്തി വേണം നമ്മൾ ഇവിടെയും ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു താഴത്തെ ഭാഗത്ത് നമ്മൾ ഒരുപാട് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം പുരുകം താന്നിരിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് വേണം നമ്മൾ ഈ ഐബ്രോസ് നന്നായിട്ട് വരച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ആ ഒരു തുടക്കത്തിൻ്റെ അവിടെ നമ്മളിങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ എഴുതുമ്പോൾ തന്നെ നമുക്ക് ആൾക്കാർക്ക് തോന്നാം നമ്മൾ എഴുതിയതാണെന്ന് തോന്നാം. അപ്പോൾ ആ ഒരു തോന്നൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് കുറച്ചൊന്ന് മായ്ച്ച് കളയാം. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് വിരൽ ഉപയോഗിച്ചുകൊണ്ടൊന്ന് മായ്ച്ച് കൊടുത്തേക്കുക. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. പിന്നെ ആ ടെയിൽ പോർഷനിൽ നമ്മൾ വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ആ ഒരു ടെയിൽ പോർഷൻ നല്ല ഒരു ഷാർപ്പിൽ തന്നെ ഇരിക്കും. കണ്ടോ, ഇതുപോലെ മുകൾ പോർഷനിൽ വേണം നമ്മൾ നല്ല ഒരു ഷേപ്പ് വരത്തക്ക രീതിയിൽ വരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ 2 പുരുകം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ആയിട്ട് നമുക്ക് പുരുകം നല്ല കട്ടിയിലും ഒക്കെ എഴുതാനായിട്ട് നമുക്കിത് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുടെ വരുന്നവരെ ടാറ്റാ, ബൈ.